മുഹമ്മദ് നൌഫലിലേക്ക് കൂടി. നൌഫൽ, ഈ പറഞ്ഞതുപോലെയുള്ള പ്രചാരണ വിഷയങ്ങൾ, വിവാദങ്ങളൊന്നും തന്നെ അവിടെ എഫക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമൊന്നും ഉണ്ടായില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണോ നൌഫലിന്റെയും അഭിപ്രായം? ഞാൻ നാസർക്ക പറഞ്ഞ് അവസാനിപ്പിച്ചതെന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ പാലക്കാടുള്ള പലരുമായി, നമ്മുടെ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പെട്ടി, പണം, ഇത്തരം സാധനങ്ങളൊന്നും അല്ല അവിടെ നാട്ടുകാർ ചർച്ച ചെയ്തത്. നേരെ മറിച്ച് നാട്ടുകാരെ നേരിട്ട് ബാധിക്കുന്ന ജനകീയ വിഷയങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തുടക്കത്തിൽ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി നേരത്തെ നിഷാദൊക്കെ പറഞ്ഞതുപോലെ ചർച്ച മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ LDFന് സാധിച്ചു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പിണറായി വിജയനും CPM ഒക്കെ ആദ്യം തന്നെ തീരുമാനിച്ചൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ സരിൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അവരെത്തിച്ചേർന്നതും ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണമുണ്ട്. കാരണം ഇത് VD സതീശനും ഷാഫി പറമ്പിലിനുമൊക്കെ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പരാജയപ്പെട്ടാൽ അത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവർക്ക് നേരിവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായ രീതിയിൽ പ്രവർത്തിക്കാൻ അവിടെ UDFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള 165 കുടുംബയോഗങ്ങളാണ് അവരവിടെ നടത്തിയത്. സ്ക്വാഡ് 5 തവണ വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും നടക്കാത്ത രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത് എന്നാണ് അർത്ഥം. അതായത് ഭരണവിരുദ്ധ വികാരം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ബി ജെ പിയും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനെ തടുക്കാൻ ആകെ CPMന്റെ കയ്യിലുണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാഭം ആകത്തുകയായി വരുന്നത് UDFിലേക്കാണ് എന്നുള്ളതാണ് സത്യം. പിന്നെ അവിടെ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് അല്ലെങ്കിൽ UDFിൻ്റെ മണ്ഡലമാണ് എന്നുള്ള ഒരു സംഗതി നേരത്തെയുണ്ട്. അതായത് പാറ്റേൺ അനുസരിച്ച് CPMന് അവിടെ 40,000-ന് മുകളിൽ വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു തരത്തിലും സാധിക്കാത്ത രീതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ ചരിത്രവും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 50,000-ന് മുകളിൽ വോട്ട് നേടിയാൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. 1,37,000 ആളുകളാണ് അവിടെ വോട്ട് ചെയ്തത്. അതിൽ 37,000 വോട്ട് ഒരുപക്ഷെ സരിന് കിട്ടിയേക്കാം. ബാക്കി വരുന്ന 1,00,000 വോട്ട് BJPക്കാണോ UDFനാണോ കൂടുതൽ കിട്ടുക എന്നതിനനുസരിച്ചിരിക്കും പാലക്കാട്ടെ വിജയം.